Hello everyone, welcome to another video. So today we are going to discuss the next topic from environmental psychology, that is territorial behavior. So let's start. The concept of territory was originally used to understand the animal behavior. First animal behavior ലാണ് ഈ ടെറിട്ടറി എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് അറിയുന്നുണ്ടാവും ഓരോ അനിമൽസിനും ഓരോ ടെറിട്ടറി ഉണ്ട് എന്നുള്ളത്. The acquisition, demarcation and defense of territory is essential for the survival of animals in terms of security, provision, sometimes accumulation of food and mating. Animal behavior പറയുന്നതാണ്. One can observe territorial behavior in domestic animals. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കില്ല, പല ജീവികളും ഈ ടെറിട്ടറി കീപ്പ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലയൺ ഒക്കെ കീപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് പരിചയം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ നാട്ടിൽ കാണുന്ന ഡോഗ്സ് ഒക്കെ ഈ ടെറിട്ടറി കീപ്പ് ചെയ്യും. സോ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെയൊക്കെ യൂറിനേറ്റ് ചെയ്ത് വെക്കുക, അവരുടെ ടെറിട്ടറി റൗണ്ട് ചെയ്യാൻ വേണ്ടി യൂറിനേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് നിർത്തി അതിൻ്റെ ടയർമോ ഒന്നുങ്ങാണ്ട് ഈ ഡോഗ്സ് യൂറിനേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അവരുടെ ടെറിട്ടറിയിലേക്ക് നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ആ വണ്ടി നിൽക്കുന്നതും എൻ്റെ ടെറിട്ടറി ആണ് എന്ന് അറിയിക്കാൻ വേണ്ടി അതിന് യൂറിനേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഓക്കെ. According to Fisher, Bell and Bound, human territoriality can be viewed as a set of behavior and cognitions and individual or group exhibit based on perceived ownership of physical space. ഒരു ഫിസിക്കൽ സ്പേസിനെ ഓണർഷിപ്പിനെയാണ് നമ്മൾ ടെറിട്ടോറിയൽ അല്ലെങ്കിൽ ടെറിട്ടോറിയാലിറ്റി എന്ന് പറയാം. ഓക്കെ. സോ ടെറിട്ടോറിയൽ ബിഹേവിയർ സെർവ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് കൺട്രോളിങ്, പേഴ്സണലൈസിങ് ആൻഡ് ഡിഫെൻസിങ് ആൻ ഏരിയ. സോ ഇതാണ് ടെറിട്ടോറിയൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. ആ ഒരു ഏരിയനോടുള്ള ഒരു ഫിസിക്കൽ സ്പേസിനോടുള്ള കൺട്രോൾ, അതിൻ്റെ പേഴ്സണലൈസേഷൻ, സ്വയമാക്കലും ആൻഡ് ഡിഫെൻഡിങ് ദ ഏരിയ, ബാക്കിയുള്ളവർ ഇൻട്രൂഷനിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യലൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു ടെറിട്ടോറിയൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. So types of territory, and these researchers labeled 3 types of territory as primary territory, secondary territory and public territory that tend to differ along dimensions like duration of occupancy and psychological centrality. So അതൊരു സൈക്കോളജിക്കലും അതേപോലെ തന്നെ ഒരു ഡ്യൂറേഷനൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ടൈപ്സ് ഓഫ് ടെറിട്ടറി എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, primary territory. So primary territory refers to place that is relatively permanently owned either by an individual or an independent group. Primary territories are typically occupied for long period and are centered to the lives of the owner. So normally primary territory എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് പറയുക. ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഓൺ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തിനൊക്കെയാണ് പറയുന്നത്. ആൻഡ് ദെൻ people give a lot of psychological importance to their primary territory. നമ്മൾ വീട് എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് ഉണ്ടാവില്ലേ. എനി ഇൻട്രൂഷൻസ് ഇൻ ദിസ് ടെറിട്ടറി പ്രൊവോക്ക് ഹൈ അറൗസൽ ആൻഡ് ഡിഫെൻസ് യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഒക്യുപ്പൈങ് ദ ടെറിട്ടറി വാസ് വെരി സ്ട്രോങ്. സോ ഇൻട്രൂഷനെ നന്നായി ഡിഫെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് ദെൻ ദ ഓണർ ഹാസ് ഫുൾ കൺട്രോൾ ആൻഡ് ഇൻട്രൂഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ സീരിയസ് മാറ്റർ. സോ ഇൻട്രൂഷൻ നമ്മൾക്ക് എന്ത് താല്പര്യം ഉണ്ടാവില്ലേ, നമ്മളെ വീട്ടിലേക്ക് വേറെ ആരെങ്കിലും കയറി വരുന്നതോ. ഓക്കെ. ആൻഡ് ഡിസ്റിഗാർഡിങ് ദ സൈസ്, സം ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ദ പ്രൈമറി ടെറിട്ടറീസ് ആർ വൺസ് ഹോം, ബെഡ്റൂം ഓർ നാഷൻ. എനിത്തിങ്, നമ്മളെ നാഷൻ ആവാം, ഹോം ആവാം, ബെഡ്റൂം, ഇതൊക്കെ പ്രൈമറി ടെറിട്ടറി ആയിട്ട് ഓരോരുത്തരുടെ സൈക്കോളജിക്കൽ കണക്ഷൻ അനുസരിച്ച് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ദെൻ സെക്കൻഡറി ടെറിട്ടറി. Secondary territories are less central to a person and are generally owned by the individual on a temporary basis. Example, classroom, club, bar. Okay, ഒരു ടെമ്പററി ബേസിൽ നമ്മൾ ഓൺ ചെയ്യുന്നതിനാണ് സെക്കൻഡറി ടെറിട്ടറി എന്ന് പറയാറുള്ളത്. These territories are more accessible to a great range of users, but regular occupants exert some control over who may enter the territory and what range of behavior may take place. So നമ്മൾ ഇങ്ങനത്തെ ടെറിട്ടറിയിൽ സ്ഥിരമായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ഒരു കൺട്രോൾ അതുമേയും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പോകും നമ്മളെ ക്ലാസ് റൂമിലേക്ക് ബാക്കിയുള്ളവർ വരുമ്പോഴും നമുക്ക് ഒരു ലൈക്ക് പെർട്ടിക്കുലർ ബിഹേവിയർ നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷേ എല്ലാവരും വെൽക്കം ആണ് എങ്കിൽ പോലും അതുപോലെ തന്നെ ക്ലബ് ആയാലും ബാർ ആയാലും ഒക്കെ ഒരു സൈക്കോളജിക്കൽ കണക്ഷൻസ് ഉണ്ടാവാറുണ്ട്. The occupants are perceived as one potential and qualified users. The secondary territory may be personalized to some extent during the period of legitimate occupancy
giving the occupant some legitimate power. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂം അതിലേക്ക് വേറൊരാൾ വരുമ്പോൾ നമ്മളൊരു ഒക്യുപ്പൻസി നമുക്ക് ഉണ്ടാവും അല്ലേ, നമുക്കൊരു പവർ, അതുകൊണ്ട് പറയുന്നതാണ്. ആൻഡ് ദ time spent by the occupant in the secondary territory is usually limited relative to time spent in primary territory. മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അതാണ്. ദ ടൈം സ്പെൻഡ് ഇൻ പ്രൈമറി ടെറിട്ടറി ആയിരിക്കും സെക്കൻഡറി ടെറിട്ടറിയെക്കാട്ടിലും കൂടുതൽ. The limits of occupancy are determined not solely by users but by collective owners of the secondary territories. Okay, so secondary territory ഒരുപാട് ആളുകൾ ഓണർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സ്പേസ് ആയിരിക്കും. And the difference between primary and secondary territory is regarding how much perceived importance an individual gives to this place. So actually ഇത് തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു, ടൈമിൻ്റെയാണ്, ഒക്യുപ്പൻസി ടൈമാണ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് എന്നുള്ളത്. നമ്മളുടെ ക്ലാസ് എന്ന് നമ്മൾ പറയണോ അതോ ഞാൻ പഠിക്കുന്ന ക്ലാസ് ആണെന്ന് പറയുന്നതാണോ, ലൈക്ക് ആ ഒരു വ്യത്യാസത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് പബ്ലിക് ടെറിട്ടറി, ഇതാണ് മൂന്നാമത്തെ ടൈപ്സ് ഓഫ് ടെറിട്ടറി. The public territory are generally accessible to everyone and are not owned by any one person. ഒരാൾ മാത്രമായിട്ട് ഓൺ ചെയ്യാത്തൊരു സ്ഥലമാണ്. For example, beach. An individual is considered as one of the potential user and there is little likelihood of defense in case of intrusion. വേറെ ആൾ വന്ന് കയറിയാലൊന്നും നമുക്ക് എന്തുണ്ടാവില്ല, അത്രയ്ക്ക് പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, because of the type of territory is not defined in clear-cut physical terms, conflict are sometimes seen regarding the ownership of space. ചില സമയത്ത് സ്പേസിനെ ചൊല്ലിയിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇല്ല എന്ന് പറയാൻ പാടില്ല. പക്ഷേ പബ്ലിക് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വൈഡായിട്ട് ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു ഏരിയ കൂടിയാണ്. സോ ഇതാണ് 3 ടൈപ്സ് ഓഫ് ടെറിട്ടറീസ്. ആൻഡ് സം റിസർച്ചേഴ്സ് കൺസിഡർ ടെറിട്ടറിയൽ ബിഹേവിയർ ഈസ് എ റിസൾട്ട് ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ലേണിംഗ്. ടെറിട്ടറി ബിഹേവിയർ വരാനുള്ള കാരണം നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റും അതേപോലെ തന്നെ ലേണിങ്ങും അല്ല ഒരു ഇൻട്രാക്ഷൻ മൂലമാണെന്നാണ് പറയുന്നത്. ആൻഡ് ദ റോൾ ഓഫ് ബോത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ലേണിംഗ് പ്രോസസ് ഈസ് നോട്ട് ക്ലിയർലി സ്പെസിഫൈഡ്. സോ ദിസ് ഈസ് ലേണിംഗ്. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമാണ്. ഇറ്റ്സ് നോട്ട് ടീമിങ്, ഇറ്റ്സ് ലേണിംഗ്. സോ ദ റോൾ ഓഫ് ബോത്ത് ഇൻസ്റ്റിങ്ക്റ്റീവ് ആൻഡ് ലേണിംഗ് പ്രോസസ് ഈസ് നോട്ട് ക്ലിയർലി സ്പെസിഫൈഡ്. It is possible that human beings are predisposed towards territorial behavior through instinct. So നമ്മളെല്ലാം ടെറിട്ടോറിയൽ ബിഹേവിയറിനോട് എന്താണ് ഇൻസ്റ്റിങ്ക്റ്റ് വഴി കമ്പോസ്ഡ് ആണ്. ആൻഡ് ബട്ട് ദർ ലേണിംഗ് ഡിറ്റർമിൻസ് ദ ഇൻറ്റൻസിറ്റി ആൻഡ് ഫോം ഓഫ് ടെറിട്ടോറിയൽ ആക്ഷൻ. സോ നമ്മളുടെ ലേണിങ്ങിനനുസരിച്ചാണ് നമ്മൾ അതിനുള്ള ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ഒക്കെ കാണിക്കുക. നമ്മൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് വീട്ടിൽ, അതോ അറ്റാച്ച്ഡ് അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ കാണിക്കുന്നത്. അത് പെർട്ടിക്കുലർ ഏത് ഏരിയ ആണെന്നുണ്ടെങ്കിലും. Another perspective is to assume that instinct guides some type of elementary territorial behavior. So അത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഓരോ ടെറിട്ടോറിയൽ ബിഹേവിയറിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ടെറിട്ടോറിയൽ ബിഹേവിയർ. So one major function served by the territorial behavior in humans is organizing. ഓർഗനൈസ് ചെയ്യാനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഒരു ടെറിട്ടറി ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പോകുന്നു, തിരിച്ച് ഓർഗനൈസ് ചെയ്യുന്നു അല്ലേ, സേഫ്റ്റിയിലേക്ക് ഓർഗനൈസ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ നോളജ് കിട്ടാൻ വേണ്ടി നമ്മൾ കോളേജിലേക്ക് ഓർഗനൈസ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യാൻ വേണ്ടി ബീച്ചിൽ ഓർഗനൈസ് ചെയ്യുന്നു. സോ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. And a comprehensive outline regarding organizing function of human territories in everyday setting is given by Taylor and illustrated below. ഒരു functional table തന്നിട്ടുണ്ട്. And it's here. And public places, the beaches. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ organizing space provide an interpersonal distancing mechanism. Primary territories, for example bedroom, organizing space by providing a place which promote solitude, allows intimacy and express personal identity. ഓക്കെ, ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളോട് ഇൻറ്റിമേറ്റ് ആയ ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. ദെൻ സ്മാൾ ഫേസ് ടു ഫേസ് ഗ്രൂപ്പ്, അതൊരു ഫാമിലിയാണ്, ചെറിയൊരു ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിച്ചത്. ക്ലാരിഫൈ ദ സോഷ്യൽ എക്കോളജി ഓഫ് ദ ഗ്രൂപ്പ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഗ്രൂപ്പ് ഫംഗ്ഷനിങ്, മേ പ്രൊവൈഡ് ഹോം കോർട്ട് അഡ്വാൻറ്റേജ്. ദെൻ നൈബർഹുഡ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, നമ്മളുടെ ചുറ്റുപാടുള്ളതാണ് പറയുന്നത്. ആൻഡ് പ്രൊമോട്ട് ആൻഡ് ഇൻ ഗ്രൂപ്പ് who belong and can be trusted and differentiate from ഔട്ട് ഗ്രൂപ്പ്, അതായത് നമ്മളുടെ നാട്ടുകാർ എന്ന് പറയുന്നതൊക്കെയാണ് ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലെത്തുക. ഇൻ സം അർബൺ ഏരിയാസ് ടെറിട്ടോറിയൽ കൺട്രോൾ മേക്ക് എ സ്പേസ് സേഫ് ടു യൂസ്. ഓക്കെ, അതായത് നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു സമാധാനം നൽകുന്ന ഒരു ഏരിയ ആണല്ലോ അല്ലേ. ലൈക്ക് ബാക്കിയുള്ള സ്ഥലം പോലെ അല്ലേ, നമ്മളെ നാട്ടിലെത്തിയാൽ തന്നെ നമുക്കൊരു സമാധാനം എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഫങ്ഷൻസ് ഓക്കെ ഓഫ് ടെറിട്ടറി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ റിസർച്ച് സ്റ്റഡീസ് ഓൺ ടെറിട്ടോറിയാലിറ്റി. A number of studies have examined the effects of group size, culture, gender and territorial occupancy. Okay,
and then intrusion and defense. ഇതിനെ പറ്റിയിട്ടൊക്കെ എന്തുണ്ട് മാക്സിമം സ്റ്റഡികൾ ഉണ്ടായിട്ടുണ്ട്. With the increase in occupancy time in beach territories, the same-sex group claim larger space while mixed-sex group use more markers. Okay, so same-sex ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ത് ചെയ്യും ലാർജർ സ്പേസ് അതേപോലെ തന്നെ മിക്സഡ് സ്പേസ് അത് യൂസ് ചെയ്യുന്നതായിട്ട് പറയും. നമ്മൾ മുന്നേ പേഴ്സണൽ സ്പേസിൻ്റെ കാര്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് സീംസ് ദാറ്റ് മിക്സഡ് സെക്സ് ഗ്രൂപ്പ് ഡിസ്പ്ലേ മാർക്കർ ടു കീപ് ദെയർ ടെറിട്ടറി ബൗണ്ടറി ഇൻടാക്ട്. എപ്പോഴും മിക്സഡ് സെക്സ് ഗ്രൂപ്പ് എന്ത് ചെയ്യും അവരുടെ ഒരു ബൗണ്ടറി എപ്പോഴും കീപ്പപ്പ് ചെയ്യും. ഇൻ കോൺട്രാസ്റ്റ് ദ സെയിം സെക്സ് ഗ്രൂപ്പ് കീപ് ദ ബൗണ്ടറീസ് അൺമാർക്ക്ഡ്. അതായത് അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവർ, അതായത് സെയിം സെക്സ് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ പരന്ന് അങ്ങനെ നടക്കും എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ബീച്ചാണെന്നുണ്ടെങ്കിൽ പരന്ന് നടക്കും. അവർക്ക് ഇന്ന ഏരിയ ഇന്ന സ്ഥലം എന്നൊന്നും എക്സാക്ട്ലി ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് സോ increase in group size, the average space per person decrease, although this may be true for group of friends but not for strangers. Okay, അതൊരു സ്റ്റഡിയുടെ റിസൾട്ട് ആയിട്ട് പറഞ്ഞു. ഇൻക്രീസ് ഗ്രൂപ്പ് സൈസ് കൂടുന്നതനുസരിച്ച് ആവറേജ് സ്പേസ് പെർ പേഴ്സൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ടെറിട്ടോറിയൽ ഡിമാർക്കേഷൻ, പേഴ്സണലൈസേഷൻ ആൻഡ് ബിഹേവിയർ. സോ ടെറിട്ടോറിയാലിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ മാർക്കിംഗ്. നമ്മൾ ആ ഒരു particular area mark him, often involved in personalization. According to Cassidy, fence boundaries and other indication that territory belongs to someone without identifying who the person or group is are markers. അതാണ് markers എന്ന് പറയുന്നത്. Markers with the identity of the person such as name plates which distinguish the territory is unique way. Example, house name or number. Reflect attempt to personalize the territory. So public territories are self-consciously marked to serve space. People often mark territory in public domain. Seat in the library or space in the beach. നമ്മളൊരു പെർട്ടിക്കുലർ ലൈബ്രറിയിൽ നമുക്കൊരു ഫേവറേറ്റ് പ്ലേസ് ഉണ്ടാവും, ബീച്ചിൽ ഒരു സ്പെസിഫിക് സ്പേസ് ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ ഒരു സ്പെസിഫിക് സീറ്റ് ഉണ്ടാവും അല്ലേ. സോ ആസ് ടു പ്രിവെൻറ്റ് ഇൻട്രൂഷൻ ആൻഡ് ഡിസ്ട്രസ്. ഓഫൺ വെൻ ദ ടെറിട്ടറി ഇൻ ദ പബ്ലിക് ഡൊമൈൻ ഈസ് ഇൻവാഡഡ്, പീപ്പിൾ മൂവ് ദർ ഒക്യുപ്പൻസി ടു അതർ പ്ലേസ്. ആരെങ്കിലും അവിടെ വന്നിരുന്നാൽ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ മാറിയിരിക്കാറുണ്ട്, റൈറ്റ്. അവർ ദ ഇൻവെൻഷൻ ജനറേറ്റ് സർട്ടൻ ഫിസിയോളജിക്കൽ അറൗസൽ ആൻഡ് ആങ്കർ. സോ നമ്മളെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് വിചാരിക്കുക. ആ റെസ്റ്റോറൻറ്റിൽ നമുക്ക് വളരെ ഫേവറേറ്റ് ഉള്ള ഒരു സ്പേസ് ഉണ്ട്. സോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടെ വേറെ ടീം ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരും, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം വരും. മോസ്റ്റ്ലി ഭയങ്കര ദേഷ്യം വരും, റൈറ്റ്. അതാണ് പറഞ്ഞത്. ആൻഡ് ഇൻ കോൺട്രാസ്റ്റ് ഇറ്റ് ഈസ് ലെസ് ലൈക്ലി ദാറ്റ് ദ പ്രൈമറി ടെറിട്ടറീസ് ഈസ് ഇൻവാൻറ്റഡ്. പ്രൈമറി ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ദേഷ്യം വരും അല്ലേ, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പക്ഷെ മോസ്റ്റ്ലി അത് അത്രയ്ക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ടെറിട്ടോറിയാലിറ്റി, ബിഹേവിയർ ആൻഡ് അഗ്രഷൻ. സോ എങ്ങനെയാണ് ആ സ്റ്റഡീസ് വരുന്നത്? ഡിപ്പെൻഡിങ് അപ്പോൺ എ നമ്പർ ഓഫ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, ടെറിട്ടറി മേ സെർവ് ഈദർ ആസ് instigators of aggression or a stabilizer of aggression. The status of a particular territory affects the relationship between territoriality and aggression. When territory is unestablished or disputed, aggression is more likely. Okay. The study of Love and Sibrisky, ഭയങ്കര പേരാണല്ലേ, okay, and revealed that sheet gangs engage in more intergang violence when territorial boundaries were ambiguous than when they were well established. It's ആ ഒരു സ്റ്റഡി നടന്നതിനെ പറ്റി പറഞ്ഞാണ്. ആൻഡ് വെൽ ഡിമാർക്ഡ് ടെറിട്ടറി ബൗണ്ടറീസ് ലെൻഡ് സ്റ്റെബിലിറ്റി ആൻഡ് റെഡ്യൂസ് ദ പ്രോബബിലിറ്റി ഓഫ് വയലൻസ് ആൻഡ് അഗ്രഷൻ. സോ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും വയലൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഡിമാർക്ഡ് ബൗണ്ടറീസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവിടെ വയലൻസിന് കുറവുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടാകുക അറിയാൻ പറ്റും. അതായത് ചില ആളുകൾക്ക് ചില ഏരിയ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇറ്റ്സ് കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്കൊരു ഏരിയ ഉണ്ടാവും, പെർട്ടിക്കുലർ യൂത്ത്സിനൊക്കെ ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പെൺകുട്ടിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ നമ്മളെ കൈകാര്യം ചെയ്യും, കാരണം അത് അവരുടെ ടെറിട്ടറിയാണ്. സോ അതാണ് പറയുന്നത്. സോ മാർക്കഡ് ടെറിട്ടറി കയറി കഴിഞ്ഞാൽ വയലൻസ് കൂടാനുള്ള സാധ്യത. ഡിമാർക്കഡ് ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഉണ്ടാവില്ല. Other studies reported that after the introduction of identifiable territories, a drop in the level of aggression in the group of retarded boys was seen. അതൊരു റിട്ടാർഡ് ബോയ്സിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. And it seems well established territories are less likely to be intruded and thus the chance of aggression are less. And then next ഒരു സംഭവം ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ആൻഡ് ടെറിട്ടറി ബിഹേവിയർ. എന്താണ് അതിൻ്റെ ഒരു
റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ പബ്ലിക് സ്പേസസ് സർട്ടൻ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് അപ്പിയർ ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ടെറിട്ടറിയൽ ക്ലെയിംസ്. ഓക്കെ, സോംബറിന്റെ സ്റ്റഡിയാണ് ഒന്ന് പറയുന്നത്. റിപ്പോർട്ട്സ് ദാറ്റ് സ്റ്റുഡൻസ് ആർ മോർ ലൈക്ലി ടു മേക്ക് ടെറിട്ടറിയൽ ക്ലെയിംസ് ഫോർ ലൈബ്രറി സീറ്റ്സ് ദാറ്റ് ആർ ക്ലോസ് ടു ദ വാൾ. അല്ലേ, ചുമരിനോട് അടുത്തുള്ള ഭാഗത്താണ് ലൈബ്രറിയിൽ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക എന്നാണ് പറയുന്നത് സീറ്റുകൾ. ആൻഡ് ഫേസിങ് അവേ ഫ്രം ദ ഡിസ്ട്രാക്ഷൻ ഓഫ് മെയിൻ എൻട്രൻസ് ആൻഡ് ടുവാർഡ്സ് ദ റിയർ ഓഫ് ദ റൂം. ഏറ്റവും ബാക്കിലായിട്ടും പോയിരിക്കുക, അത് മെയിൻ എൻട്രൻസ് നിന്ന് വരുന്ന ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് പാസേഴ്സ് ബൈ ഈസ് മോർ ലൈക്ലി ടു യൂസ് വാട്ടർ ഫൗണ്ടൻ ഇഫ് ഇറ്റ് ഈസ് ഷീൽഡഡ് ഫ്രം ദ സ്പേഷ്യൽ പ്രോക്സിമിറ്റീസ് ഓഫ് അതേഴ്സ് ബൈ എ ഫിസിക്കൽ ബാരിയർ. നമ്മളെ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതുമാതിരി വാട്ടർ ഫൗണ്ടൈനും സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒരു ബൗണ്ടറി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നുണ്ട്. സോ ദാറ്റ്സ് ആൾ. സോ ഇത്രയാണ് ടെറിട്ടോറിയൽ ബിഹേവിയറിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ബേസിക് ഐഡിയാസ്, അതിൽ നടന്നിട്ടുള്ള സ്റ്റഡീസ്, ടൈപ്സ് ഓഫ് ടെറിട്ടോറിയൽ ബിഹേവിയർ, അങ്ങനെയല്ല. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.